നമ്മളെ മലപ്പുറം ജില്ലയുടെ ചാർജിലൊരു മന്ത്രിയാണ്. അപ്പോൾ ജില്ലയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇന്ന് രാവിലെ ഒരു മീറ്റിംഗ് വിളിച്ചതാണ്. സർക്കാരിൻ്റെ 100 ദിന പരിപാടികളുടെ പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളും വന്നിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഇപ്പം മികച്ചു നിൽക്കുന്നത് റവന്യൂ വകുപ്പാണ്. അവരെ ഈ അദാലത്തുകൾ, അതുപോലെ സർവേക്കുള്ള പരാതികൾ, അതുപോലെ പട്ടയം, ഈ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന തരം മാറ്റം, അതിലൊക്കെ വളരെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഈ 100 ദിവസം. അതൊക്കെ 70% റവന്യൂ പൂർത്തിയായി. മറ്റു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വളരെ ഭംഗിയാണ്. സെപ്റ്റംബർ 15-20 ആകുമ്പോഴേക്കൊക്കെ പൂർത്തീകരിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നമ്മുടെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു പുതിയ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അത് എങ്ങനെയാണ് സംസ്ഥാനം നോക്കി കാണുന്നത്? എങ്ങനെയായിരിക്കും? സംസ്ഥാനം അതിഗൗരവമാണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയില്ല, അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു ദുരന്തം വടക്കേ ഇന്ത്യൻ ഭാഗങ്ങളിൽ ഉണ്ടായപ്പോൾ അതിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തതാണെന്നാണ് മനസ്സിലാകുന്നത്. അതിലെ വിശദവിവരത്തിന് വേണ്ടി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നുണ്ട്. നാളെ CM-ഉമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കേരളം അതിനെ ശക്തമായിട്ട് നമ്മുടെ വിയോജിപ്പ് സുപ്രീം കോടതിയിൽ അറിയിക്കും. കേരളത്തെ സംബന്ധിച്ച് മലപ്പുറം ജില്ലയിൽ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായതാണ്. പലയിടങ്ങളിലും ആളുകൾ സ്ഥലം ഉൾപ്പെടെ വിട്ടുകൊടുത്താണ്. പക്ഷേ ഇനി ഈ ഒരു പുതിയ ഉത്തരവ് വരുന്ന പശ്ചാത്തലത്തിൽ സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ ഉൾപ്പെടെ, അതിൻ്റെ അരികിൽ താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇത് ബാധിക്കൂലേ? ബാധിക്കും. ആ വിധി, അതിൻ്റെ വിധി മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല, പഠിച്ചിട്ടുമില്ല. പക്ഷേ കേട്ട അറിവിൽ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ സുപ്രീം കോടതിയിൽ ആര് കക്ഷി ചേരണം, NH മുഖാന്തരം പോകണോ, സംസ്ഥാന സർക്കാർ നേരിട്ട് പോകണോ, എല്ലാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നാളെ ചർച്ച ചെയ്യും. അതോടൊപ്പം താങ്കൾ മന്ത്രി ആയതിനു പിന്നാലെ നാട്ടിൽ നടത്തിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഈ പരപ്പനങ്ങാടി നാടുകാണി പാതയുമായി ബന്ധപ്പെട്ട അതിൻ്റെ വികസനം, അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്താണ്? പരപ്പനങ്ങാടി നാടുകാണി അതിൻ്റെ വികസനം ഒരു 75 കോടി രൂപ ആദ്യഘട്ടത്തിൽ ഈ സീസണിൽ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഭരണാനുമതി കൊടുത്ത് നിർമ്മാണങ്ങൾ ആരംഭിക്കും. 14 കൊല്ലമായിട്ട് നമ്മൾ അവഗണിച്ച ഒരു റോഡാണത്. 14 കൊല്ലമായിട്ട് 6 പ്രാവശ്യം നിയമസഭയിൽ ഞാൻ സംവിധാനം ഉന്നയിച്ചതാണ്. ഇനിയിപ്പോൾ ഞാനാ മന്ത്രിയായിട്ട് ആ പരിപാടി നടക്കണം.